Good evening, students. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ടോർക്ക് ഓൺ എ മാഗ്നറ്റിക് ഡൈപോൾ ആണ്. ഒരു മാഗ്നറ്റിക് ഡൈപോളിനെ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ടോർക്കിനെ കുറിച്ചാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്തത്. ടോർക്ക് ടോ ഇസ് ഈക്വൽ ടു വെക്റ്റർ എം ക്രോസ് വെക്റ്റർ ബി. മാഗ്നറ്റിക് ഡൈപോൾ ഈസ് നത്തിങ് ബട്ട് എ കറന്റ് ക്യാരിയിങ് ലൂപ്പ്. So if the current is flowing in this direction, then the magnetic dipole moment will be in this direction, and M is equal to I into A. If I is the current and A is the area of the loop. This we will discuss paramagnetism, diamagnetism, ferromagnetism. This just നമ്മൾ സൂചിപ്പിച്ചായിരുന്നു. പാരാമാഗ്നറ്റിസത്തിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ തന്നെയായിരിക്കും മാഗ്നറ്റൈസേഷൻ ഉണ്ടാവുക. ഡയാമാഗ്നറ്റിസത്തിൽ അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മാഗ്നറ്റൈസേഷൻ ഉണ്ടാവും. ഫെറോ മാഗ്നറ്റിസം എന്ന് പറയുന്നത് ഒരു ഹിസ്റ്ററിസിസ് ബിഹേവിയർ ആണ്. അതിൻ്റെ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. അതായത് നമ്മൾ പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് റിമൂവ് ചെയ്താലും മാഗ്നറ്റൈസേഷൻ നിലനിൽക്കുന്ന മെറ്റീരിയലാണ്. ഒരു സ്പെഷ്യൽ ക്ലാസ് ആണ്. ഇപ്പോൾ പാരാമാഗ്നറ്റിസം എന്ന് പറഞ്ഞാൽ പാരാമാഗ്നറ്റിസത്തിൽ ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു മാഗ്നറ്റിക് ഡൈപോള് വിത്ത് ഡൈപോൾ മൊമെന്റ് എം ഒരു മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് എം ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ അലൈൻ ചെയ്താൽ മാഗ്നറ്റിക് ഫീൽഡിൽ അപ്ലൈ ചെയ്താൽ ഇറ്റ് വിൽ ടെൻ ടു അലൈൻ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് by producing a torque with m cross vector b. ഈ രൂപത്തിൽ മാഗ്നറ്റിക് ഡൈപോൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിലേക്ക് ഓറിയൻറ്റ് ചെയ്യാൻ ശ്രമിക്കും. ഇതാണ് എസ്പെഷ്യലി പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസിൽ നമ്മൾക്ക് കാണുക. പാരാമാഗ്നറ്റിസത്തിൻ്റെ തിയററ്റിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് പലപ്പോഴും ക്വാണ്ടം മെക്കാനിക്കലായിട്ട് നമ്മൾ ഇലക്ട്രോണിൻ്റെ സ്പിന്നും ഇലക്ട്രോൺ അല്ലെങ്കിൽ ചാർജഡ് പാർട്ടിക്കിളിൻ്റെ അതിലുള്ള ചാർജഡ് പാർട്ടിക്കിളിൻ്റെ സ്പിൻ ഓറിയൻറ്റേഷനുമായിട്ട് സ്പിൻ മാഗ്നറ്റിക് മൊമെൻറ്റുമായിട്ടൊക്കെ നമ്മൾ അല്ലെങ്കിൽ സ്പിൻ ആംഗുലർ മൊമെൻറ്റവുമായിട്ടൊക്കെ കണക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ സംസാരിക്കാറുള്ളത്. സോ ഇലക്ട്രോൺ സ്പിന്നാണ് ഒരു ഇലക്ട്രോണിൻ്റെ കേസിൽ പാരാമാഗ്നറ്റിക് ബിഹേവിയർ ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് വേണമെങ്കിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇലക്ട്രോൺ എന്ന് പറയുന്നത് അതിൻ്റെ സ്പിൻ മോഷൻ മാത്രമല്ല, അതിന് ഒരു ഓർബിറ്റൽ മോഷനും ഉണ്ട്. എസ്പെഷ്യലി നിങ്ങൾ ഒരു ആറ്റത്തെ കൺസിഡർ ചെയ്താൽ ആറ്റം എന്ന് പറയുന്നത് ഒരു ഓർബിറ്റൽ ആറ്റത്തിലുള്ള ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റും ബോറിൻ്റെ തിയറി പ്രകാരം ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ ഒരു ഓർബിറ്റുകളിൽ കറങ്ങുന്നുണ്ട്. അപ്പോൾ ഇലക്ട്രോൺ ഈസ് റിവോൾവിങ് അറൗണ്ട് ദ പോസിറ്റീവ് ന്യൂക്ലിയസ് in an atom. നിങ്ങൾക്കറിയാം ഇതാണ് ഒരു പോസിറ്റീവ് ന്യൂക്ലിയസ്. വളരെ സിമ്പിളായിട്ടുള്ള സിറ്റുവേഷൻ നമ്മൾ കൺസിഡർ ചെയ്യാണ്. ഒരു സർക്കുലർ ഓർബിറ്റൽ മോഷനാണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ഫോർ സിംപ്ലിസിറ്റി ലെറ്റ് us consider a സർക്കുലർ ഓർബിറ്റൽ മോഷൻ, അല്ലെങ്കിൽ ഒരു സർക്കുലർ ഓർബിറ്റ് ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഇ മൈനസ്, ഇറ്റ് ഈസ് സർക്കുലേറ്റിംഗ് അറൗണ്ട്, ഇറ്റ് ഈസ് റിവോൾവിംഗ് അറൗണ്ട് ദ പോസിറ്റീവ് ന്യൂക്ലിയസ് ഇൻ ആൻ ആൻറ്റി ക്ലോക്ക് വൈസ് മാനർ എന്ന് നമ്മൾ കൺസിഡർ ചെയ്യാം. ക്ലോക്ക് വൈസ് ആവാം, ആൻറ്റി ക്ലോക്ക് വൈസ് ആവാം. തൽക്കാലം ഈ ഫിഗറിൽ നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്തിരുന്നത്. ഈ സർക്കുലർ ഓർബിറ്റിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആർ ആണെന്ന് വിചാരിക്കുക. എല്ലാ കേസിലും ഒരു സർക്കുലർ ഓർബിറ്റ് ആവണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. നമ്മൾ ഈ ഒരു പ്രോബ്ലത്തിൽ സിംപ്ലിസിറ്റിക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. അങ്ങനെ ഒരു സർക്കുലർ ഓർബിറ്റിൽ ഒരു ഇലക്ട്രോൺ ഒരു പോസിറ്റീവ് ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങിയാൽ ഇറ്റ് വിൽ പ്രൊഡ്യൂസ് എ കറണ്ട് ഐ ഇൻ ദിസ് ഡയറക്ഷൻ, ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺ. സോ ദാറ്റ് കറണ്ട് that may not be a steady current. Steady current എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺ കോൺസ്റ്റൻറ്റ് കറണ്ട് ആയിട്ടാണ് നിങ്ങൾ കൺസിഡർ ചെയ്യുക. ത്രൂ ഔട്ട് ഒരേ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിലാണ് സ്റ്റഡി കറണ്ട് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഈ ഒരു മോഷൻ ഒരിക്കലും ഒരു സ്റ്റഡി കറണ്ട് ആവില്ല. പക്ഷേ ഈ
ഈ ഓർബിറ്റൽ മോഷൻ്റെ ടൈം എന്ന് പറയുന്നത്, പീരീഡ് എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രാക്ടിക്കലി we can assume this electron motion is equivalent to a steady current. നമ്മൾ മാഗ്നറ്റോസ്റ്റാറ്റിക്സിൽ സ്റ്റഡി കറണ്ടിനെ കുറിച്ചാണ് റെപ്രസെൻറ്റ് ചെയ്യാറുള്ളത്. with the value I is equal to E by T, where T is the period of the circular orbit. Period of the circular orbit. E എന്ന് പറഞ്ഞാൽ its value is 1.6 into 10 raised to minus 19 coulomb. മൈനസ് E ആണ് ഇലക്ട്രോണിൻ്റെ ചാർജ്. ഇലക്ട്രോണിക് ചാർജ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ മൈനസ് E എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യാറ്, നെഗറ്റീവ് ചാർജാണ്. പക്ഷെ ഇവിടെ കറണ്ടിൻ്റെ ഫ്ലോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ട്, നമുക്ക് സിമ്പിളായിട്ട് E by T എന്ന് എടുത്താൽ മതി. E is 1.6 into 10 raised to minus 19. അപ്പോൾ എന്താണ് ഇതിലെ T? ഇങ്ങനൊരു സർക്കുലർ ഓർബിറ്റ് ആണെങ്കിൽ, ഇത്തരത്തിലുള്ളൊരു സർക്കുലർ ഓർബിറ്റിലെ T എത്ര വരും? T എന്ന് പറഞ്ഞാൽ 2π/ω. സോ 2π, ഇവിടുത്തെ സർക്കുലർ ഓർബിറ്റിൻ്റെ റേഡിയസ് R ആണ് എടുത്തത്. ഈ ഇലക്ട്രോണിൻ്റെ സ്പീഡ് V ആണെന്ന് വിചാരിച്ചോ, 2πr/v. സോ കറണ്ട് I is equal to E by T is equal to E by 2πr into V, EV by 2πr. ഇക്വേഷൻ നമ്പർ A എന്ന് കൊടുക്കും. നിങ്ങൾക്കറിയാം മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് M is equal to I into A. അപ്പോൾ ഇവിടെ I എന്ത് വരും? EV by 2πr. ഏരിയ എന്ത് വരും? πr². സർക്കുലർ പാത്ത് ആയതുകൊണ്ട് πr² വരും. സോ വാട്ട് വിൽ ബി ദ റിസൾട്ട്? പൈ വെട്ടിപ്പോയി, ആറും വെട്ടിപ്പോയി. സോ EVr/2. ഇതാണ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ്. അപ്പോൾ നമുക്കൊരു ചോദ്യം വരും, ഇതിൻ്റെ ഡയറക്ഷൻ എന്ത്? ഡയറക്ഷൻ വളരെ ലളിതമാണ്. റൈറ്റ് ഹാൻഡ് റൂൾ പ്രകാരമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ കറണ്ട് ഇങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ, കറണ്ട് ഈ ഡയറക്ഷനിലാണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ റൈറ്റ് ഹാൻഡ് റൂൾ പ്രകാരം ഇവിടെ ഇൻ ടു ദ പ്ലെയിൻ ആണ് M വരിക. ഇൻ ടു ദ പ്ലെയിൻ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, ഒരു ഇൻറ്റു മാർക്ക് വെച്ചിട്ട് നമുക്കത് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ കറണ്ട് ഈ പ്ലെയിനിലാണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ ഇൻ ടു ദ പ്ലെയിനിലാണ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻ്റ് ഉണ്ടാവുക. നമുക്ക് കുറച്ചും കൂടി ലളിതമായിട്ട് ഒരു സർക്കുലർ ഓർബിറ്റിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ഒരു XY പ്ലെയിനിൽ നിങ്ങൾ സർക്കുലർ ഓർബിറ്റിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇലക്ട്രോൺ ഫ്ലോ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. E മൈനസ്, ഈ റേഡിയസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ R, ഇവിടെ E+ ഇരിക്കുന്നു. ഇത് Z ആക്സിസ്, ഇത് Y ആക്സിസ്, ഇത് X ആക്സിസ്. സോ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ഇങ്ങനെ വരും, കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയും വരും. സോ ഇലക്ട്രോൺ ഈസ് ഫ്ലോയിങ് ഇൻ ദിസ് ഡയറക്ഷൻ ആൻറ്റി ക്ലോക്ക് വൈസ്. ഇലക്ട്രോൺ ഫ്ലോ എന്ന് പറയുന്നത് ഇവിടെ ഞാൻ എടുത്തത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത് അതുകൊണ്ട് ക്ലോക്ക് വൈസ് വരും. ഓർബിറ്റ് ഈസ് ഇൻ XY plane. So magnetic dipole moment will be along the negative Z axis. Vector M. അപ്പോൾ നമുക്ക് M എന്താ കിട്ടിയത്? EVr/2 ആണ്. സോ അതുകൊണ്ട് വെക്റ്റർ എമ്മിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, -EVr/2 into Z cap. So the magnetic dipole moment M is equal to -EVr/2 into Z cap.
which is equation number 1. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അറ്റോമിക് ഓർബിറ്റ് എന്ന് പറയുന്നത് ഒരു കറണ്ട് ക്യാരിയിങ് ലൂപ്പായിട്ട്, നിങ്ങൾ സർക്കുലർ ലൂപ്പായിട്ട്, വളരെ സിംപ്ലസ്റ്റ് സിറ്റുവേഷനിൽ ഒരു കറണ്ട് ക്യാരിയിങ് സർക്കുലർ ലൂപ്പായിട്ട് നിങ്ങളുടെ അറ്റോമിക് ഓർബിറ്റിനെ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ആ അറ്റോമിക് ഓർബിറ്റ് എന്ന് പറയുന്നത് ഒരു മാഗ്നറ്റിക് ഡൈപോളാണ്. ഈ അറ്റോമിക് ഓർബിറ്റ് എന്ന് പറയുന്നത് XY പ്ലെയിനിലും ഇലക്ട്രോൺ ഫ്ലോ ആൻറ്റി ക്ലോക്ക് വൈസുമാണെങ്കിൽ, കറണ്ട് അതുകൊണ്ട് ക്ലോക്ക് വൈസുമാണെങ്കിൽ, മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് -z ഡയറക്ഷനിലാണ് വരിക. ഇറ്റ്സ് വാല്യൂ ഈസ് വെക്ടർ m is equal to -EVR/2 into z. ഇതാണ് ഇവിടുത്തെ ഫ്ലോ. ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ, if the electron flow is in this direction, that means velocity ഈ ഡയറക്ഷനിലാണെങ്കിൽ current flow opposite directionൽ വരും. So the magnetic dipole moment will be in this direction. കറണ്ട് ഫ്ലോ ഇങ്ങനെ എടുക്കുമ്പോൾ റൈറ്റ് ഹാൻഡ് റൂൾ പ്രകാരം നിങ്ങൾക്ക് എം സെറ്റ് ക്യാപ്പിൽ നിങ്ങൾക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. സോ ഇത് രണ്ടും ഓർക്കുക. ആൻറ്റി ക്ലോക്ക് വൈസ് ആകുമ്പോൾ എം എന്ന് പറയുന്നത് താഴോട്ടും, ക്ലോക്ക് വൈസ് ആകുമ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസിൽ ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുമ്പോൾ കറണ്ട് ക്ലോക്ക് വൈസിൽ വരും. സോ എം എന്ന് പറയുന്നത് ഡൗൺവേർഡ് ആയിരിക്കും. ഇനി ക്ലോക്ക് വൈസ് ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുമ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസിൽ കറണ്ട് ഫ്ലോ ചെയ്യും. എം എന്ന് പറയുന്നത് അപ്വേർഡ് ആയിരിക്കും. അണ്ടർസ്റ്റുഡ്? ഇത് ക്ലിയർ ആയി വിശ്വസിക്കുന്നു. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ നിങ്ങളുടെ അറ്റോമിക് ഓർബിറ്റ് എന്ന് പറയുന്നത്, നിങ്ങൾ സിംപ്ലിസിറ്റിക്ക് വേണ്ടി ആ അറ്റോമിക് ഓർബിറ്റ് എന്ന് പറയുന്നത് ഒരു സർക്കുലർ പാത്തായിട്ട് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ, ആ സർക്കുലർ പാത്തിലുണ്ടാക്കുന്ന കറണ്ട് ക്യാരിയിങ് ലൂപ്പായിട്ട് അതിനെ ട്രീറ്റ് ചെയ്താൽ the magnetic dipole moment will be in this direction. So electron flow ഇങ്ങനെ, V ഇങ്ങനെ, ഇലക്ട്രോണിൻ്റെ ഫ്ലോ ഇങ്ങനെ ആൻറ്റി ക്ലോക്ക് വൈസ് വരുന്നു, കറണ്ട് എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് വരുന്നു. സോ എം വിൽ ബി, ഇപ്പോൾ ഇത് X ആക്സിസ്, ഇത് Y ആക്സിസ്, ഇത് Z ആക്സിസ്. ഇങ്ങനൊരു അറ്റോമിക് ഓർബിറ്റിനെ, ഇതിപ്പോൾ XY പ്ലെയിനിൽ തന്നെ കിടക്കണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. ഒരു അറ്റോമിക് ഓർബിറ്റ് ഇങ്ങനെ ഉണ്ടെങ്കിൽ അറ്റോമിക് ഓർബിറ്റ് ഏത് ഡയറക്ഷനിലാവട്ടെ, കറണ്ട് എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഞാൻ എടുക്കുമ്പോൾ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഇങ്ങനെ വരും. അപ്പോൾ ഒരു ബൾക്ക് മെറ്റീരിയൽ എടുത്താൽ ഒരുപാട് അറ്റോമിക് ഓർബിറ്റുകൾ ഉണ്ടാവും. അതിൻ്റെയൊക്കെ മാഗ്നറ്റിക് ഡൈപോളുകൾ റാൻഡംലി അലൈൻ ചെയ്തിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ ടോട്ടൽ മാഗ്നറ്റൈസേഷൻ എന്ന് പറയുന്നത് കൊണ്ട് തന്നെ വെക്റ്റർ സം, ഈ എല്ലാ മാഗ്നറ്റിക് ഡൈപോളുകളുടെയും വെക്റ്റർ സം എടുക്കുമ്പോൾ ടോട്ടൽ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് നെറ്റ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് 0 ആയിരിക്കും. അതായത് മെറ്റീരിയൽ മാഗ്നറ്റൈസ് ചെയ്യപ്പെടില്ല. പക്ഷേ ഇങ്ങനൊരു മെറ്റീരിയലിനെ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് വെച്ചാൽ അത്തരം മെറ്റീരിയലിൽ ഈ അറ്റോമിക് ഓർബിറ്റുകളെല്ലാം ഒരു പ്രത്യേക രീതിയിൽ അലൈൻ ചെയ്യും. ആ അലൈൻമെൻറ്റ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് ഇങ്ങനെയാണെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡയറക്ഷനിൽ മാഗ്നറ്റൈസേഷൻ ജനറേറ്റ് ചെയ്യും. അതെങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ബിഹേവിയറാണ് ഡയാമാഗ്നറ്റിസം എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തൊട്ട് മുമ്പ് ഡിസ്കസ് ചെയ്തിരുന്നു, ഒരു കറണ്ട് ക്യാരിയിങ് ലൂപ്പിനെ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചാൽ അത് ഒരു ടോർക്ക് ജനറേറ്റ് ചെയ്യും. ടോർക്ക് m × b. ഇഫക്റ്റീവ്ലി എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ, ഒരു മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഇങ്ങനെയാണെങ്കിൽ, തീറ്റ ആംഗിൾ ആണെങ്കിൽ, ഇറ്റ് വിൽ ടെൻഡ് ടു അലൈൻ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്. ഈ ബിഹേവിയറിനെയാണ് നമ്മൾ നോർമലി പാരാമാഗ്നറ്റിക് ബിഹേവിയർ എന്ന് പറയുന്നത്. ഈ അറ്റോമിക് ഓർബിറ്റുകളിൽ അത്തരത്തിലുള്ള ടിൽറ്റിംഗ് എന്ന് പറയുന്നത് നെഗ്ലിജിബിളി സ്മോൾ ആയിരിക്കും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ഇലക്ട്രോൺ നിങ്ങൾ കൺസിഡർ ചെയ്യുമ്പോൾ ആ ഇലക്ട്രോണിന് ഓർബിറ്റൽ മോഷൻ മാത്രമല്ല സ്പിന്നും ഉണ്ട്. ഇലക്ട്രോണിൻ്റെ സ്പിന്നിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഈ രീതിയിൽ ഒരു പാരാമാഗ്നറ്റിക് ബിഹേവിയർ ജനറേറ്റ് ചെയ്യും. ആ പാരാമാഗ്നറ്റിക് ബിഹേവിയറിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ സാധാരണ
ഓർബിറ്റൽ മോഷൻ കൊണ്ടുണ്ടാവുന്ന പാരാമാഗ്നറ്റിക് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ പാരാമാഗ്നറ്റിക് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിലേക്ക് റൊട്ടേറ്റ് ചെയ്ത് നിൽക്കാനുള്ള ആ പ്രവണത, അത് നെഗ്ലിജിബിളി ഈ ഇഫക്റ്റിനെ, സ്പിന്നിൻ്റെ ഇഫക്റ്റിനെ കൺസിഡർ ചെയ്യുമ്പോൾ വളരെ നെഗ്ലിജിബിളി സ്മോൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു ഓർബിറ്റൽ മാഗ്നറ്റിക് ഡൈപോൾ ഉണ്ടാക്കുന്ന പാരാമാഗ്നറ്റിക് ബിഹേവിയറിനെ കുറിച്ച് കാര്യമായിട്ടുള്ള ഡിസ്കഷൻ നമുക്ക് ആവശ്യം വരുന്നില്ല. കാരണം സ്പിൻ മോഷൻ കൊണ്ടുണ്ടാവുന്ന പാരാമാഗ്നറ്റിക് ബിഹേവിയർ വളരെ ഡോമിനേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഓർബിറ്റൽ മോഷനിൽ ഇഫക്റ്റീവ്ലി നിങ്ങൾക്ക് പലപ്പോഴും കാണാം ഡയാമാഗ്നറ്റിക് ആയിട്ടുള്ള ഒരു ബിഹേവിയറാണ്. അതിലേക്കാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ഡയാമാഗ്നറ്റിക് ബിഹേവിയർ എങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫോർ ദ ടൈം ബീയിങ് അറ്റോമിക് ഓർബിറ്റുകൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിലേക്ക് അതിൻ്റെ ഡൈപോൾ അലൈൻ ചെയ്ത് ഉണ്ടാവുന്ന പാരാമാഗ്നറ്റിക് ബിഹേവിയർ എന്ന് പറയുന്നത് നെഗ്ലക്റ്റ് ചെയ്യാവുന്ന അല്ലെങ്കിൽ വളരെ കുറവ് മാത്രമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നില്ല. അറ്റോമിക് ഓർബിറ്റിൽ ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു ഇഫക്റ്റ് എന്ന് പറയുന്നത് ഡയാമാഗ്നറ്റിക് ബിഹേവിയർ ആണ്. ഡയാമാഗ്നറ്റിസം എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡയറക്ഷനിൽ മാഗ്നറ്റൈസേഷൻ ഇൻഡ്യൂസ് ചെയ്യുന്ന ബിഹേവിയർ ആണ് ഡയാമാഗ്നറ്റിസം എന്ന് പറയുന്നത്. അതാണ് ഇവിടെ ഉണ്ടാവുക. അതിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് ചോദിച്ചാൽ, അഗൈൻ ഫോർ സിംപ്ലിസിറ്റി, ഈ പ്രോബ്ലത്തിൻ്റെ ഒരു സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് let us assume that an external magnetic field is applied along z-axis, that is perpendicular to the atomic plane. അപ്പം ഞാൻ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണ് കൊടുക്കുന്നത്. വെക്റ്റർ ബി, അതായത് നിങ്ങളുടെ സർക്കുലർ പാത്ത് ഇങ്ങനെയാണ്, കറണ്ട് ഇങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നതെന്ന് വിചാരിക്കുക, ഇലക്ട്രോൺ ഫ്ലോ എന്ന് പറയുന്നത് ഇങ്ങനെയാണെന്ന് വിചാരിക്കുക, XY പ്ലെയിനിലാണ് അത് നിൽക്കുന്നതെന്ന് വിചാരിക്കുക. മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തത് ഈ ഡയറക്ഷൻ along z-axis. So it's a uniform magnetic field. തൽക്കാലം ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡാണെന്ന് വിചാരിക്കും. അങ്ങനെ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായാൽ അതിൻ്റെ ഇഫക്റ്റ് എന്ന് പറയുന്നത്, അതാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇങ്ങനൊരു മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന ഇഫക്റ്റ് എന്ന് പറയുന്നത്, ഇലക്ട്രോൺ either speeds up or slows down depending upon the direction of the current or electron flow, and it picks up an extra magnetic dipole moment anti-parallel to B. ഇത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡ് അറ്റോമിക് ഓർബിറ്റിലേക്ക് മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുമ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇലക്ട്രോൺ ഈ ഒരു പർട്ടിക്കുലർ സ്പീഡിൽ v സ്പീഡിലാണ് ഇവിടെ ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുന്നത്. ഇവിടെ ക്ലോക്ക് വൈസ് ആണ്. ആ v സ്പീഡിൽ ഫ്ലോ ചെയ്യുന്ന ഇലക്ട്രോണിൻ്റെ സ്പീഡിന് വ്യത്യാസം വരും. അതായത് ഇലക്ട്രോൺ ഫ്ലോ എന്ന് പറയുന്നത്, ഇപ്പോൾ ഇലക്ട്രോൺ ഫ്ലോ ഇങ്ങനെ ആൻറ്റി ക്ലോക്ക് വൈസ് അല്ല, ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഇലക്ട്രോൺ സ്പീഡപ്പ് ചെയ്യുകയും, ഇനി ഇലക്ട്രോൺ ഫ്ലോ എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ആണെങ്കിൽ അത് ഇലക്ട്രോൺ സ്ലോസ് ഡൗൺ ചെയ്യുകയും ചെയ്യും. അതായത് ഇലക്ട്രോണിൻ്റെ സ്പീഡിന് വ്യത്യാസം വരും. ഇലക്ട്രോൺ ഫ്ലോ ഈ രണ്ട് ഡിഫറെൻറ്റ് ഡയറക്ഷനിൽ നിങ്ങൾക്ക് അസ്യൂം ചെയ്യാം. ഈ രണ്ട് ഡിഫറെൻറ്റ് ഡയറക്ഷനിലും ഇലക്ട്രോണിൻ്റെ ഫ്ലോയുടെ
സ്പീഡിന് ഇലക്ട്രോൺ സ്പീഡിന് വ്യത്യാസം വരും. ഇറ്റ് മേ ബി ഐദർ സ്പീഡ്സ് അപ്പ് ഓർ ഇറ്റ് മേ ബി സ്ലോസ് ഡൗൺ ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഡയറക്ഷൻ ഓഫ് ദ കറന്റ്. മാത്രമല്ല നമ്മളുടെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് എം ആണ്. ആ എമ്മിന്റെ വാല്യൂവിന് ഒരു വ്യത്യാസം വരും. ദർ വിൽ ബി എ ചേഞ്ച് ഇൻ ദ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ്. ആൻഡ് ദിസ് ചേഞ്ച് ഇൻ ദ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ്, ദിസ് എക്സ്ട്രാ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് അത് കുറച്ച് പിക്കപ്പ് ചെയ്യും. ആ എക്സ്ട്രാ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് അപ്ലൈ ചെയ്ത മാഗ്നറ്റിക് ഫീൽഡിന് ആന്റി പാരലൽ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ ഒരു അറ്റോമിക് ഓർബിറ്റിലേക്ക് ഒരു മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുമ്പോൾ ആ അറ്റോമിക് ഓർബിറ്റിന്റെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റിന് ഒരു വ്യത്യാസം വരും. ആ വ്യത്യാസം എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷന് ആന്റി പാരലൽ ആയിരിക്കും. ഇതാണ് ഡയാമാഗ്നറ്റിസം എന്ന് പറയുന്ന ബിഹേവിയർ. ഇതിലേക്കാണ് നമ്മൾ പ്രൂവ് ചെയ്ത് കൊണ്ടുവരുന്നത്. മാത്തമാറ്റിക്കലി ഇതെങ്ങനെ പ്രൂവ് ചെയ്യാം? ഒരു ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള നമ്മളുടെ ഡെറിവേഷനാണ് നമ്മളുടെ ഡേവിഡ് ജെ ഗ്രിഫിത്തിന്റെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തേക്കുന്നത്. ഡയാമാഗ്നറ്റിക് ബിഹേവിയർ എന്ന് പറയുന്നത് പ്യുവർലി ഒരു ക്വാണ്ടം മെക്കാനിക്കലായിട്ട് ട്രീറ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആണ്. അത്തരത്തിലേക്കൊന്നും നമ്മൾ കടക്കുന്നില്ല. വളരെ ക്ലാസിക്കൽ ഇലക്ട്രോ മാഗ്നറ്റിസത്തിന്റെ ടൂളുകൾ ഉപയോഗിച്ച് വളരെ സിമ്പിളായിട്ട് ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ഡെറിവേഷനാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ആ ഡെറിവേഷനാണ് ഡിഗ്രി യൂണിവേഴ്സിറ്റി സിലബസ് പ്രകാരം നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മൾ 2-3 എക്സ്പ്രഷൻസ് ഡിറൈവ് ചെയ്തിട്ടുണ്ട്. എം എന്ന് പറയുന്നത് -EVR/2 ഇൻറ്റു സെറ്റ് ക്യാപ്, ഇക്വേഷൻ നമ്പർ 1 എന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ current I is equal to EV divided by 2πr. ഇതും നമ്മൾ ഡെറൈവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കിട്ടിയതാണ്. ഇവിടെ നമ്മൾ അറ്റോമിക് ഓർബിറ്റിലേക്ക് മാഗ്നറ്റിക് ഫീൽഡ് സെഡ് ആക്സിസിലാണ് കൊടുത്താണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, വെക്ടർ B is equal to B into സെഡ് ക്യാപ്, ഇക്വേഷൻ നമ്പർ 2. ഇനി നമ്മൾ ഇലക്ട്രോൺ ഇവിടെ ഫ്ലോ ചെയ്യുന്നത് ആന്റി ക്ലോക്ക് വൈസ് ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ഫസ്റ്റ് കേസ് ആയിട്ട് electron flow in the anti-clockwise direction, so current in the clockwise direction. ഇതാണ് നമ്മളുടെ ഫിഗർ. See this figure. Electron is flowing in this direction, anti-clockwise direction. Current is flowing in the clockwise direction. Okay. അപ്പോൾ അങ്ങനെയാവുമ്പോൾ എന്താണ് ഇവിടെ ഇലക്ട്രോണിൻ്റെ സ്പീഡ് വ്യത്യാസം വരും നമ്മൾ പറഞ്ഞു. അതെങ്ങനെ വരുന്നു എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം നമ്മളുടെ സർക്കുലർ ഓർബിറ്റ് ഇതാണ്. ഇവിടെ +E ഉണ്ട്, ഇവിടെ -E ഉണ്ട്. ഇവിടെ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് B അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ റേഡിയസ് R ആണ്. അപ്പോൾ ഇതിൽ 2 ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ ഒരു നെഗറ്റീവ് ചാർജും ഒരു പോസിറ്റീവ് ചാർജും. ഇവർ തമ്മിൽ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഉണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുന്നതിന് മുമ്പും മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തതിന് ശേഷവും ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് അവിടെ ഉണ്ടാവും. മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തതിന് ശേഷം ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിൻ്റെ കൂടെ മാഗ്നറ്റോസ്റ്റാറ്റിക് ഫോഴ്സും കൂടി ആഡ് ചെയ്യപ്പെടും. ഇപ്പോൾ ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സിറ്റുവേഷനിൽ ഇലക്ട്രോസ്റ്റാറ്റിക് പ്ലസ് മാഗ്നറ്റോസ്റ്റാറ്റിക് ഫോഴ്സ് വരും. മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കാത്ത സമയത്ത് ഇവിടെ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് മാത്രമേ ഉള്ളൂ. ആ ഫോഴ്സ് എന്ന് പറയുന്നത് സെൻട്രിപെറ്റൽ ഫോഴ്സ് ആയിരിക്കും. ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. ഇപ്പോൾ സർക്കുലർ പാത്ത് ഇതാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തിട്ടില്ല എന്ന് വിചാരിച്ചു, B is equal to 0. ആ സിറ്റുവേഷനിൽ നിങ്ങൾക്കറിയാം വാട്ട് ഈസ് ദ ഫോഴ്സ് ഓൺ ഇലക്ട്രോൺ. ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ -E ചാർജാണ്. എന്തായിരിക്കും? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ FE എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. F is equal to 1/4πε0 plus E into -E by R². So -1/4πε0 E² by R². ഇതാണ് ഈ ഡയറക്ഷൻ ടുവേർഡ്സ് ദ സെൻറ്റർ
ഞാൻ മൈനസ് ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. മൈനസ് ഡയറക്ഷൻ, നെഗറ്റീവ് ഡയറക്ഷൻ ആയിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി മുതൽ ടുവേർഡ്സ് ദ സെൻറ്റർ ആണെങ്കിൽ, സോറി നെഗറ്റീവ് ഡയറക്ഷൻ അല്ല, പ്ലസ് ആയിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഈ നെഗറ്റീവ് സൈൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഫോഴ്സ് ഈസ് അട്രാക്റ്റീവ്, ദ ഫോഴ്സ് ഈസ് അട്രാക്റ്റീവ് ആൻഡ് ദാറ്റ് അട്രാക്റ്റീവ് ഫോഴ്സ് ഈസ് ടുവേർഡ്സ് ദ സെൻറ്റർ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ പോസിറ്റീവ് ഡയറക്ഷൻ ആയിട്ടാണ് ഞാൻ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എക്സ്പ്ലിസിറ്റ്ലി ഈ നെഗറ്റീവ് സൈൻ ഇനി മുതൽ ഞാനിത് ഉപയോഗിക്കുന്നില്ല. ഈ ടോപ്പിക് ഡിറൈവ് ചെയ്യുന്ന സമയത്ത് മുഴുവൻ ടുവേർഡ്സ് ദ സെൻറ്റർ പോസിറ്റീവായിട്ടും എവേ ഫ്രം ദ സെൻറ്റർ ടുവേർഡ്സ് ദ സെൻറ്റർ പോസിറ്റീവായിട്ടും എവേ ഫ്രം ദ സെൻറ്റർ നെഗറ്റീവുമായിട്ടാണ് ഞാൻ എടുക്കുന്നത്. സോ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എഫ് ഇ ഇസ് ഈക്വൽ ടു സിംപ്ലി 1/4πε0 ഇ സ്ക്വയർ ബൈ ആർ സ്ക്വയർ എന്ന് ഞാൻ റെപ്രസെൻറ്റ് ചെയ്യാമോ. ഇക്വേഷൻ നമ്പർ 3 വെൻ ബി ഈസ് ഈക്വൽ ടു 0, അതായത് മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കാത്ത സമയത്ത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, മാഗ്നറ്റിക് ഫീൽഡ് അപ്പോൾ ആ ഫോഴ്സ് എന്തായിരിക്കും? ഇപ്പോൾ നമ്മൾ ഈ പ്രോബ്ലത്തിൽ ഇവിടെ എഫ് ഇ ഇങ്ങനെയാണ് ആക്ട് ചെയ്യുക, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ക്ലിയർ? ഇലക്ട്രോൺ ഫ്ലോ ഇങ്ങനെയാണ്. ഇപ്പോൾ എഫ് ഇ എന്ന് പറയുന്നത് ടുവേർഡ്സ് ദ സെൻറ്റർ ആണ്. അണ്ടർസ്റ്റുഡ്? ഇനി മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കും. ഇപ്പോൾ ടുവേർഡ്സ് ദ സെൻറ്റർ ആണ് പറയാൻ പറ്റുക. മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ടുവേർഡ്സ് ദ സെൻറ്റർ ആയതുകൊണ്ട് തന്നെ ദിസ് ഫോഴ്സ് ഈസ് സെൻട്രിപെറ്റൽ ഫോഴ്സ്. സോ ആ സെൻട്രിപെറ്റൽ ഫോഴ്സിനെ നമുക്ക് എം ഇ വി സ്ക്വയർ ബൈ ആർ എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. എം ഇ എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ദ ഇലക്ട്രോൺ. ഈ ഓർബിറ്റിലെ ഇലക്ട്രോൺ ഏത് സ്ഥലത്ത് ആക്ട് ചെയ്യുമ്പോഴും ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും ടുവേർഡ്സ് ദ സെൻറ്റർ ആയിരിക്കും. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും ടുവേർഡ്സ് ദ സെൻറ്റർ ആയിരിക്കും. അത് സെൻട്രിപെറ്റൽ ഫോഴ്സ് ആയിരിക്കും. അതിനെ നമുക്ക് എം ഇ വി സ്ക്വയർ ബൈ ആർ എന്ന് എഴുതാം. ഇനി സപ്പോസ് യു അപ്ലൈ ദ മാഗ്നറ്റിക് ഫീൽഡ്. സപ്പോസ് യു അപ്ലൈ മാഗ്നറ്റിക് ഫീൽഡ്, എന്ത് സംഭവിക്കും? ഇവിടെ എന്ത് സംഭവിക്കും? അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് അവിടെ ഒരു മാഗ്നറ്റോസ്റ്റാറ്റിക് ഫോഴ്സും കൂടി ഉണ്ടാവും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ പോയിന്റ് നിങ്ങൾ കൺസിഡർ ചെയ്തോ. ഈ പോയിന്റിൽ ഇലക്ട്രോൺ എന്ന് പറയുന്നത്, ഇലക്ട്രോണിൻ്റെ പുറത്തുള്ള ഫോഴ്സാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്. നമുക്ക് എക്സ് വൈ പ്ലെയിൻ ആയതുകൊണ്ട്, നമുക്ക് എക്സ് വൈ പ്ലെയിനിൽ ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുന്നതുകൊണ്ട് വെലോസിറ്റിയുടെ ഡയറക്ഷൻ ആ പോയിന്റിൽ നമുക്ക് ഇങ്ങനെ എടുക്കാം. ഇത് എക്സ് ആക്സിസിലാണ്. ക്ലിയർ? മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഈ ഡയറക്ഷൻ സെഡ് ആക്സിസിലാണ്. ക്ലിയർ? ഈ ചാർജ് എന്ന് പറയുന്നത് മൈനസ് ഇ ആണ്. സോ വാട്ട് ഈസ് ദ മാഗ്നറ്റോസ്റ്റാറ്റിക് ഫോഴ്സ്? Magnetostatic force is Fm is equal to minus E into vector V cross B. വിയും ബിയും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് എപ്പോഴും ഈ വെലോസിറ്റി എന്ന് പറയുന്നത് ഈ സർക്കുലർ പാത്തിന് ടാൻജൻഷ്യൽ ആയിരിക്കും. അപ്പോൾ ആ ടാൻജൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഇത് എക്സ് വൈ പ്ലെയിനിലായതുകൊണ്ട് തന്നെ എപ്പോഴും ഏത് പോയിന്റ് എടുത്താലും മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിരിക്കും വെലോസിറ്റി. അപ്പോൾ എപ്പോഴും ഈ ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി കിട്ടും. സോ വി ക്രോസ് ബി എന്ന് പറയുന്നത് നിങ്ങൾ ഏത് പോയിന്റ് വേണമെങ്കിൽ കൺസിഡർ ചെയ്തോ. ഞാൻ ഇവിടെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്ത് മാത്രം, ഇവിടെ കൺസിഡർ ചെയ്യാം, ഇവിടെ കൺസിഡർ ചെയ്യാം, ഏത് പോയിന്റ് കൺസിഡർ ചെയ്താലും വി ക്രോസ് ബി എന്ന് പറയുന്നത് വിയും ബിയും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. സോ വി ക്രോസ് ബിയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത്, ഡയറക്ഷൻ ഓഫ് ദ വി ക്രോസ് ബി ഈസ്, വി ക്രോസ് ബിയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് വിയിൽ നിന്ന് ബിയിലേക്ക് തിരിക്കാം. റൈറ്റ് ഹാൻഡ് വിയിൽ നിന്ന് ബിയിലേക്ക് തിരിക്കുമ്പോൾ വി ക്രോസ് ബി റൈറ്റ് ഹാൻഡ് റൂളാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. റൈറ്റിലേക്കാണ് തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വി ക്രോസ് ബിയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിൽ വരും.
അതുകൊണ്ട് തന്നെ മൈനസ് വെക്റ്റർ ഇ ഇൻറ്റു വെക്റ്റർ വി ക്രോസ് ബി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മാഗ്നറ്റോസ്റ്റാറ്റിക് ഫോഴ്സ് എഫ് എം എന്ന് പറയുന്നത് മൈനസ് ഇ ഇൻറ്റു വെക്റ്റർ വി ക്രോസ് ബി വരും. ഇറ്റ് വിൽ ബി ടുവേർഡ്സ് ദ സെൻറ്റർ. ഈ വിയും ബിയും തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രിയാണ്. വി ക്രോസ് ബി എന്ന് പറയുമ്പോൾ വി ബി സൈൻ തീറ്റ വരും, വി ബി വരും. ഈ വി ബി എന്ന് മാത്രം എഴുതിയാൽ മതി. ഈ നെഗറ്റീവ് സൈൻ പ്രത്യേകം എക്സ്പ്ലിസിറ്റ്ലി റെപ്രസെൻറ്റ് ചെയ്യേണ്ട, കാരണം ടുവേർഡ്സ് ദ സെൻറ്ററിനെ ഞാൻ പോസിറ്റീവായിട്ടാണ് എടുത്തേണ്ടത്. സോ നമുക്കിവിടെ മാഗ്നറ്റോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് എഗെയിൻ ടുവേർഡ്സ് ദ സെൻറ്റർ ആയിരിക്കും. സോ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും ഉണ്ട്, മാഗ്നറ്റോസ്റ്റാറ്റിക് ഫോഴ്സും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇലക്ട്രോൺ കൂടുതൽ ആക്സലറേഷൻ വരുന്നു, കൂടുതൽ ഫോഴ്സ് വരുന്നു, ഇലക്ട്രോൺ സ്പീഡപ്പ് ചെയ്യാനുള്ള ചാൻസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പുതിയ വെലോസിറ്റിയെ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തപ്പോൾ പുതിയ വെലോസിറ്റിയെ നമുക്ക് വി പ്രൈം എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഇറ്റ് ഈസ് നോട്ട് വി, ഇറ്റ് ഈസ് വി പ്രൈം എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. സോ വി പ്രൈം ഈസ് ദ ന്യൂ വെലോസിറ്റി when the magnetic field B is applied. Okay, so നമുക്ക് അങ്ങനെയാകുമ്പോൾ അത്തരം സിറ്റുവേഷനിൽ you can write when the magnetic field is applied, രണ്ട് ഫോഴ്സ് ഉണ്ടാവും, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും ഉണ്ടാവും, മാഗ്നറ്റോസ്റ്റാറ്റിക് ഫോഴ്സും ഉണ്ടാവും. സോ രണ്ടും ടുവേർഡ്സ് സെൻറ്റർ ആണ് ആക്ട് ചെയ്യുന്നത്. 1/4πε0 E²/r² പ്ലസ് ഇ വി ബി ഇസ് ഈക്വൽ ടു എം ഇ, അതിനെ വി പ്രൈം എന്ന് കൊടുക്കാം, എം ഇ വി പ്രൈം സ്ക്വയർ ബൈ ആർ, ഇക്വേഷൻ നമ്പർ 4 എന്നത്. സോ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഇത് നമുക്ക് എം ഇ വി സ്ക്വയർ ബൈ ആർ, ഇക്വേഷൻ നമ്പർ 3. സോ ഇക്വേഷൻ നമ്പർ 3 എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഇപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് മാത്രമേ ഉള്ളൂ, അതായിരിക്കും സെൻട്രിപെറ്റൽ ഫോഴ്സ്. ഇവിടെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും മാഗ്നറ്റോസ്റ്റാറ്റിക് ഫോഴ്സും രണ്ടും ടുവേർഡ്സ് സെൻറ്ററാണ് ആക്ട് ചെയ്യുന്നത്. സോ ടോട്ടൽ സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്കിങ്ങനെ ഇക്വേഷൻ നമ്പർ 4 എഴുതാം. നമുക്കൊരു കാര്യം ചെയ്യാം, വെലോസിറ്റി ചേഞ്ച്, അതായത് എന്തായി, വി പ്രൈം വി എന്ന് പറയുന്നത് വി പ്രൈമിലേക്ക് മാറി, പുതിയ വെലോസിറ്റി ആയി, വെലോസിറ്റി ചേഞ്ച് ചെയ്യപ്പെട്ടു. അപ്പോൾ ആ ചേഞ്ച് ഇൻ വെലോസിറ്റി നമുക്ക് കണ്ടുപിടിക്കണം, അതാണ് നമ്മുടെ ലക്ഷ്യം. സോ യു സിംപ്ലി സബ്ട്രാക്ട് 4 ഫ്രം 4 - 3 എന്ത് കിട്ടും? ഇക്വേഷൻ നമ്പർ 4 മൈനസ് ഇക്വേഷൻ നമ്പർ 3 എന്ത് കിട്ടുന്നു? എന്ത് കിട്ടും? നമുക്ക് ഇങ്ങനെ എഴുതാം, ഈ വി പ്രൈം ബി, ഇതിൻ്റെ LHS കുറയ്ക്കുമ്പോൾ വി പ്രൈം ബി മാത്രം വരും, മറ്റത് എം ഇ ബൈ ആർ ഇൻറ്റു വി പ്രൈം സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് എഴുതാം. ഇത് A² മൈനസ് B² ഫോമിലാണ്. സോ A മൈനസ് ബി ഇൻറ്റു A+ B എന്ന് എഴുതാം. സോ എം ഇ ബൈ ആർ ഇൻറ്റു വി പ്രൈം പ്ലസ് ബി ഇൻറ്റു വി പ്രൈം മൈനസ് ബി. സോ the new result E v prime b is equal to m e by r into v prime plus v into delta v എന്ന് കൊടുക്കുക. ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ v prime minus b എന്നുള്ളതാണ്, ചേഞ്ച് ഇൻ വെലോസിറ്റി. സോ വാട്ട് ഈസ് ഡെൽറ്റ വി? ഡെൽറ്റ വി വിൽ ബി ഇ വി പ്രൈം ബി into r by me into v prime plus v. വിയും വി പ്രൈമും തമ്മിലുള്ള ചേഞ്ച് എന്ന് പറയുന്നത്, അതായത് വെലോസിറ്റി, ഈ മാഗ്നറ്റിക് ഫീൽഡ് വളരെ ഡോമിനൻ്റ് ഒന്നല്ലെങ്കിൽ വിയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വിയും വി പ്രൈം തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് നെഗ്ലിജിബിളി സ്മോൾ ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ വി പ്രൈം പ്ലസ് വി അപ്രോക്സിമേറ്റ്ലി 2 വി പ്രൈം എന്ന് കൊടുക്കാം. ഓക്കെ, സോ ഡെൽറ്റ വി എന്ന് പറയുന്നത് ഇ വി പ്രൈം ബി ഇൻറ്റു ആർ ബൈ എം ഇൻറ്റു 2 me ഇൻറ്റു
വി പ്രൈം. വി പ്രൈമും വെട്ടിപ്പോയി. സോ ഇ ബി ആർ ബൈ 2m e വിച്ച് ഈസ് ഇക്വേഷൻ നമ്പർ 5. ഇതെന്താ? ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റിയാണ്. ഇതിലെല്ലാം പോസിറ്റീവാണ്. ഇ പോസിറ്റീവാണ്, ബി പോസിറ്റീവാണ്, ആർ പോസിറ്റീവാണ്, എം ഇ പോസിറ്റീവാണ്. ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റിയാണ് കിട്ടിയത്. അതിൻ്റെ അർത്ഥം എന്താ? വി പ്രൈം മൈനസ് ബി ഈസ് പോസിറ്റീവ് അല്ലേ? വി പ്രൈം മൈനസ് ബി ഈസ് പോസിറ്റീവ്. ദാറ്റ് ഈസ് വി പ്രൈം ഈസ് ഗ്രേറ്റർ ദാൻ, ദാറ്റ് ഈസ് ഇലക്ട്രോൺ മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തപ്പോൾ ഇലക്ട്രോണിൻ്റെ സ്പീഡ് കൂടി. ഇലക്ട്രോൺ സ്പീഡ്സ് അപ്പ്. ക്ലിയർ? അപ്പം ഇങ്ങനെയാണ് ഇലക്ട്രോണിൻ്റെ സ്പീഡ് വ്യത്യാസം. ഇലക്ട്രോണിൻ്റെ സ്പീഡ് വ്യത്യാസം വന്നാൽ എന്താ പ്രശ്നം? ഇലക്ട്രോണിൻ്റെ സ്പീഡ് വ്യത്യാസം വന്നാൽ ആ അറ്റോമിക് ഓർബിറ്റിൻ്റെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് വ്യത്യാസം വരും. എങ്ങനെ വരും? എങ്ങനെ വ്യത്യാസം വരണമെന്ന് പറയാം. എം എന്ന് പറയുന്നത് ഇ വി ആർ ബൈ 2 മൈനസ് ഇ വി ആർ ബൈ 2 ഇൻറ്റു സെറ്റ് ക്യാപ്പാണ്. ഇത് മാഗ്നറ്റിക് ഫീൽഡ് ബിഫോർ അപ്ലൈയിങ് മാഗ്നറ്റിക് ഫീൽഡാണ്. കാരണം ബിഫോർ അപ്ലൈയിങ് മാഗ്നറ്റിക് ഫീൽഡ് വെലോസിറ്റി എന്ന് പറയുന്നത് വി ആണ്. ആഫ്റ്റർ അപ്ലൈയിങ് മാഗ്നറ്റിക് ഫീൽഡ് എന്ത് വരും? ആഫ്റ്റർ അപ്ലൈയിങ് മാഗ്നറ്റിക് ഫീൽഡ് എന്ത് സംഭവിക്കും? വി എന്ന് പറയുന്നത് വി പ്രൈം ആയിട്ട് മാറും. അപ്പോൾ എം എന്ന് പറയുന്നത് എം പ്രൈം നിങ്ങൾ റെപ്രസെൻറ്റ് ചെയ്തോ. എം പ്രൈം ഇസ് ഈക്വൽ ടു മൈനസ് ഇ വി പ്രൈം ആർ ബൈ 2 ഇൻറ്റു സെറ്റ് ക്യാപ്. ഇതിനെ ഇക്വേഷൻ നമ്പർ 6 എന്ന് കൊടുത്തു. ഓക്കെ. അപ്പോൾ വാട്ട് ഈസ് എം പ്രൈം മൈനസ് എം? മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റിൻ്റെ വ്യത്യാസം എങ്ങനെ കണ്ടുപിടിക്കാം? എം പ്രൈം മൈനസ് എം എന്ത് വരും? മൈനസ് ഇ ആർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു വി പ്രൈം മൈനസ് വി ഇൻറ്റു സെറ്റ് ക്യാപ്. ക്ലിയർ? സോ മൈനസ് ഇ ആർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ഡെൽറ്റ വി ഇൻറ്റു സെറ്റ് ക്യാപ്. ഡെൽറ്റ വി എന്താണ്? ഡെൽറ്റ വി ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റിയാണ്. ദാറ്റ് ഡെൽറ്റ വി ഈസ് ഇ ആർ ബി ബൈ 2m മൈനസ് ഇ ആർ ബൈ 2 ഇൻറ്റു ഇ ആർ ബി ബൈ 2m. ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇൻറ്റു സെറ്റ് ക്യാപ്. അപ്പോൾ എന്തായി? ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഇ സ്ക്വയർ ആർ സ്ക്വയർ ബി ഡിവൈഡഡ് ബൈ 4me ഇൻറ്റു സെറ്റ് ക്യാപ്. സോ എം പ്രൈം മൈനസ് എം നമുക്ക് ഡെൽറ്റ എം എന്ന് എഴുതാം. ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് ഈസ് മൈനസ് ഇ സ്ക്വയർ ആർ സ്ക്വയർ ബി ഡിവൈഡഡ് ബൈ 4me ഇൻറ്റു സെറ്റ് ക്യാപ്. അതിൻ്റെ അർത്ഥം എന്താ? ഡെൽറ്റ എം എന്ന് പറയുന്നത് അതിൻ്റെ ഡയറക്ഷൻ എങ്ങനെ വരും? ഡയറക്ഷൻ ഓഫ് ദ ഡെൽറ്റ എം ഈസ് അലോങ് ദ മൈനസ് സെറ്റ് ക്യാപ്. അപ്പോൾ നിങ്ങൾ അറ്റോമിക് ഓർബിറ്റ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് നിങ്ങൾ അലോങ് സെഡ് ആക്സിസിലാണ് കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഇലക്ട്രോൺ ഇങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്, ഇ മൈനസ്. സോ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ആണ്. മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ് വരിക. ഓൾസോ ഡെൽറ്റ എമ്മിൻ്റെ ഡയറക്ഷനും ഈ ഡയറക്ഷനിൽ തന്നെ വരും. സോ ഡെൽറ്റ എമ്മിൻ്റെ ഡയറക്ഷനും എം ബിയുടെ ഡയറക്ഷനും എമ്മിൻ്റെ ഡയറക്ഷനും സെയിം ആണ്. ഡെൽറ്റ എം എന്ന് പറയുന്നത് ബിയുടെ ഡയറക്ഷനിലാണ്. ബി എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷന് ആൻറ്റി പാരലായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു മാഗ്നറ്റിക് ഫീൽഡ് അറ്റോമിക് ഓർബിറ്റിൽ കൊടുത്തപ്പോൾ ഈ കേസിൽ ഇലക്ട്രോണിൻ്റെ സ്പീഡ് കൂടി ഇലക്ട്രോൺ സ്പീഡ്സ് അപ്പ്. ആൻഡ് ഓൾസോ ഡെൽറ്റ എം ഒരു ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഉണ്ടായി. ഇറ്റ് വിൽ ബി ആൻറ്റി പാരലൽ ടു സോ നമുക്ക് ഇഫക്റ്റീവ്ലി ഇങ്ങനെ പറയാം, ഒരു മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തത് കൊണ്ട് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഒരു എക്സ്ട്രാ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ജനറേറ്റ് ചെയ്യപ്പെട്ടു. ആ എക്സ്ട്രാ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനെ
ആൻറ്റി പാരലായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു അടുത്ത സിറ്റുവേഷൻ കൺസിഡർ ചെയ്യാം. ഇലക്ട്രോൺ നമ്മളിവിടെ കൺസിഡർ ചെയ്ത ഇലക്ട്രോൺ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് കറങ്ങുന്നതാണ്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഇലക്ട്രോൺ ക്ലോക്ക് വൈസ് ആയിട്ട് വരുമ്പോഴും ഇതേപോലെ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് മാഗ്നറ്റിക് ഫീൽഡിന് ആൻറ്റി പാരലാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. വളരെ ലളിതമാണ്, വളരെ സിമ്പിളായിട്ട് ഇതേ രീതിയിൽ പ്രൊസീജിയർ മുന്നോട്ട് കൊണ്ടുപോയാൽ നിങ്ങൾക്കത് വളരെ ലളിതമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ സർക്കുലർ പാത്ത് ഇങ്ങനെയാണെന്ന് വിചാരിച്ചോ. റേഡിയസ് 6, ഇത് ഇ മൈനസ്, ദിസ് ഈസ് ഇ പ്ലസ്. ഇലക്ട്രോൺ ഈസ് ഫ്ലോയിങ് ഇൻ ദിസ് ഡയറക്ഷൻ. ക്ലോക്ക് വൈസ് ആണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കറണ്ട് എന്ന് പറയുന്നത് ഐ ഇങ്ങനെയായിരിക്കും. ഇത് എക്സ് വൈ പ്ലെയിനിലാണെങ്കിൽ നമുക്കിതിനെ സെഡ് ആക്സിസ് ആയിട്ട് എടുക്കാം. സെഡ് ക്യാപ്. കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യുമ്പോൾ, ആൻറ്റി ക്ലോക്ക് വൈസ് ഫ്ലോ ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് പാരലൽ ടു സെഡ് ആക്സിസ് ആയിരിക്കും. റൈറ്റ് ഹാൻഡ് റൂൾ പ്രകാരം പാരലൽ ടു സെഡ് ആക്സിസ് ആണ്. ഓക്കെ, ഇതാണ് സെഡ് ആക്സിസ്. കറണ്ട് ഇങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ വരും? എം എന്ന് പറയുന്നത് ഐ ഇൻറ്റു എ ആണ്. സോ പഴയ രൂപത്തിൽ തന്നെ ഇ ബൈ ടി ഇൻറ്റു പൈ ആർ സ്ക്വയർ ആണ്. സോ the result will be EV divided by 2 pi r into pi r square. Direction set cap ആണ് വരിക. സോ ഈ ആറും വെട്ടിപ്പോയി, പയ്യും വെട്ടിപ്പോയി. സോ the result will be EVR by 2 into set cap. So the magnetic dipole moment is EVR by 2 into set cap. ഇവിടുത്തെ കേസിൽ നിങ്ങൾക്ക് കിട്ടിയത് എം എന്ന് പറയുന്നത് മൈനസ് ഇ വി ആർ ബൈ 2 ഇൻറ്റു സെറ്റ് ക്യാപ്പ് ആണ്. ഇവിടെ എം എന്ന് പറയുന്നത് ഇ വി ആർ ബൈ 2 ഇൻറ്റു സെറ്റ് ക്യാപ്പ്. രണ്ടും ഒരേ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും, പക്ഷെ ഡയറക്ഷൻ രണ്ട് കേസിനും ഡിഫറെൻ്റ് ആണ്. ഓക്കെ, മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് കിട്ടി. അപ്പോൾ അങ്ങനെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് കിട്ടുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യാതിരിക്കുന്ന സമയത്ത് ഇലക്ട്രോൺ എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്? ഇലക്ട്രോൺ ക്ലോക്ക് വൈസ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. കറണ്ട് എന്ന് പറയുന്നത് ആന്റി ക്ലോക്ക് വൈസ് ആണ്. അപ്പൊ ഇലക്ട്രോൺ സ്പീഡ് കൂടുമോ കുറയോ എന്നുള്ളതാണ് നമ്മളുടെ ചോദ്യം. അപ്പൊ ഇവിടുത്തെ കേസിൽ എഗെയിൻ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് എഫ് ഇ എഗെയിൻ ടുവേർഡ്സ് ദ സെന്റർ തന്നെയായിരിക്കും. അതിൽ വ്യത്യാസമൊന്നുമില്ല, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ്. മാഗ്നറ്റോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് എഫ് എം എന്ന് പറയുന്നത് മൈനസ് ഇ ഇൻറ്റു വെക്റ്റർ വി ക്രോസ് വെക്റ്റർ ബി. നമുക്കിവിടെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യാം. അപ്പോൾ വെലോസിറ്റി ഇങ്ങനെയാണെന്ന് വിചാരിച്ചു. വെലോസിറ്റി ഈസ് അലോങ് സെഡ് ആക്സിസ്. അപ്പോൾ വെലോസിറ്റി നമുക്ക് സെഡ് ആക്സിസ് അല്ല, വെലോസിറ്റി ഈസ് അലോങ് ദ മൈനസ് എക്സ് ആക്സിസ് ആണെന്ന് വിചാരിക്കും. മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുന്നത് വെക്റ്റർ ബി ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു കെ ക്യാപ്. അപ്പോൾ വെലോസിറ്റി എന്ന് പറയുന്നത് വെക്റ്റർ വി, ഈ പോയിന്റിലെ കേസാണ് ഞാൻ പറയുന്നത്. വെക്റ്റർ വി ഈസ് ഈക്വൽ ടു വി ഇൻറ്റു മൈനസ് വി ഇൻറ്റു ഐ ക്യാപ്. ഓക്കെ, ഇത് രണ്ടും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി വരും. സോ വി ക്രോസ് ബി എന്ന് പറയുമ്പോൾ വിയിൽ നിന്ന് ബിയിലേക്ക് തിരിക്കാം. റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ പ്രകാരം വി ക്രോസ് ബി തിരിക്കുമ്പോൾ വിയിൽ നിന്ന് ബിയിലേക്ക് തിരിക്കണം. ഓക്കെ, സോ മൈനസ് ഐ ക്രോസ് കെ ആണ് വരിക. മൈനസ് ഐ ക്രോസ് കെ എന്ന് പറയുമ്പോൾ മൈനസ് ജെ എന്ന് വരും. സോ ജെ. സോ വി ക്രോസ് ബിയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ ഇങ്ങനെ വരും. എല്ലാ കേസിലും അങ്ങനെയല്ല. അതായത് വി ക്രോസ് ബി എന്ന് പറയുന്നത് എപ്പോഴും ടുവേർഡ്സ് ദ സെൻറ്റർ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എഫ് എം എന്ന് പറയുന്നത് മൈനസ് ഇ ഇൻറ്റു വെക്റ്റർ വി ക്രോസ് ബി ആയിരിക്കും. സോ ഇറ്റ് ഈസ് എവേ ഫ്രം ദ സെൻറ്റർ. സോ മാഗ്നറ്റോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്
എവേ ഫ്രം ദ സെൻറ്റർ ആയിരിക്കും. എല്ലാ പോയിന്റിലും ഇങ്ങനെയായിരിക്കും. മാഗ്നറ്റോസ്റ്റാറ്റിക് ഫോഴ്സ് എവേ ഫ്രം ദ സെൻറ്റർ, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് ടുവേർഡ്സ് ദ സെൻറ്റർ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ ഈ കേസിൽ നിങ്ങൾക്ക് ലളിതമായിട്ട് ഈ ഫിഗർ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. ഇലക്ട്രോൺ ഫ്ലോ എന്ന് പറയുന്നത് ഇ മൈനസ് ഇങ്ങനെയാണെങ്കിൽ, കറണ്ട് ഇങ്ങനെയാണെങ്കിൽ എഫ് ഇ ഇങ്ങനെയും എഫ് എം ഇങ്ങനെയായിരിക്കും. ഈ പോയിന്റ് എടുക്കുകയാണെങ്കിൽ എഫ് ഇങ്ങനെ, എഫ് എം ഓപ്പോസിറ്റ്. സോ എഫ് എം എന്ന് പറയുന്നത് എവേ ഫ്രം ദ സെൻറ്ററും എഫ് ഇ എന്ന് പറയുന്നത് ടുവേർഡ്സ് ദ സെൻറ്ററാണ്. അപ്പം നമുക്ക് എഫ് എം എന്ന് പറയുന്നത് മാഗ്നറ്റോസ്റ്റാറ്റിക് ഫോഴ്സ് എഫ് എം ഈസ് മൈനസ് ഇ ഇൻറ്റു വെക്റ്റർ വി ക്രോസ് ബി എന്ന് എഴുതാം. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് മൈനസ് ഇ വി ബി. ആ നെഗറ്റീവ് സൈൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് എവേ ഫ്രം ദ സെൻറ്റർ എന്നുള്ള കോൺസെപ്റ്റാണ്. എവേ ഫ്രം ദ സെൻറ്റർ. സോ വാട്ട് ഈസ് ദ റിസൾട്ടൻറ്റ് സെൻട്രിപെറ്റൽ ഫോഴ്സ്? എന്തായിരിക്കും റിസൾട്ടൻറ്റ് സെൻട്രിപെറ്റൽ ഫോഴ്സ്? റിസൾട്ടൻറ്റ് സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എഫ് ഇ പ്ലസ് എഫ്, അതായത് 1/4 എപ്സിലോൺ നോട്ട് ഇ സ്ക്വയർ ബൈ ആർ സ്ക്വയർ മൈനസ് ഇ വി ബി ഇസ് ഈക്വൽ ടു എം ഇ വി സ്ക്വയർ ബൈ ആർ. ഇതാണ് നമുക്ക് ഇതിനെ ഇക്വേഷൻ നമ്പർ 7 എടുക്കാം. എഫ് ഇ ഇസ് ഈക്വൽ ടു 1/4 എപ്സിലോൺ നോട്ട് ഇ സ്ക്വയർ ബൈ ആർ സ്ക്വയർ. ഇക്വേഷൻ നമ്പർ 6 കൊടുക്കുക. ഇത് വെൻ മാഗ്നറ്റിക് ഫീൽഡ് ഇല്ലാത്ത സമയത്ത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എം ഇ വി സ്ക്വയർ ബൈ ആർ നമുക്ക് കൊടുക്കും. അപ്പോൾ മാഗ്നറ്റോസ്റ്റാറ്റിക് ഫോഴ്സ്, മാഗ്നറ്റോസ്റ്റാറ്റിക് ഫീൽഡ് ഇല്ലാത്ത സമയത്ത്. മാഗ്നറ്റോസ്റ്റാറ്റിക് ഫീൽഡ് ഉള്ള സമയത്ത് വെലോസിറ്റി മാറി നമുക്ക് വി എന്നുള്ളതിന് പകരം വി പ്രൈം എന്ന് കൊടുക്കാം, വി പ്രൈം എന്ന് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഈ വി പ്രൈം സ്ക്വയർ ഈ രൂപത്തിലൊക്കെ നമ്മൾ എഴുതി ഇക്വേഷൻ നമ്പർ 7 കിട്ടി. നമുക്കൊരു കാര്യം ചെയ്യാം, ഇക്വേഷൻ നമ്പർ 7 നിന്ന് ഇക്വേഷൻ നമ്പർ 6 കുറയ്ക്കാം. അപ്പോൾ എന്തായി? മൈനസ് ഇ വി പ്രൈം ബി ഇസ് ഈക്വൽ ടു എം ഇ ബൈ ആർ ഇൻറ്റു വി പ്രൈം സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് വരും. ഓക്കെ, സോ നമുക്ക് ഇങ്ങനെ എഴുതാം, എം ഇ ബൈ ആർ ഇൻറ്റു വി പ്രൈം പ്ലസ് വി ഇൻറ്റു വി പ്രൈം മൈനസ് വി. പഴയ രൂപത്തിൽ തന്നെ, ഒരു വ്യത്യാസവും ഇല്ല. പക്ഷെ ആ റിസൾട്ടിന് മാത്രം, അതായത് നെഗറ്റീവ് സൈനിൻ്റെ ഒരു വ്യത്യാസം മാത്രമേ വരുള്ളൂ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, ഡെൽറ്റ വി ഇസ് ഈക്വൽ ടു വി പ്രൈം മൈനസ് വി ഇസ് ഈക്വൽ ടു മൈനസ് ഇ വി പ്രൈം ബി ഇൻറ്റു ആർ ബൈ എം ഇ ഇൻറ്റു വി പ്രൈം പ്ലസ് വി എന്ന് എഴുതാം. അപ്രോക്സിമേറ്റ്ലി മൈനസ് ഇ വി പ്രൈം ബി ഇൻറ്റു ആർ ഡിവൈഡഡ് ബൈ 2me ഇൻറ്റു വി പ്രൈം എന്ന് എഴുതാം. ഈ വി പ്രൈം വെട്ടിപ്പോയി. സോ മൈനസ് ഇ ബി ആർ ബൈ 2me എന്ന് എഴുതി. സോ ഇതെന്തായി? നെഗറ്റീവായി. സോ വി പ്രൈം മൈനസ് വി എന്ന് പറയുന്നത് നെഗറ്റീവാണ്. സോ വി പ്രൈം ഈസ് ലെസ് ദാൻ. സോ എന്ത് സംഭവിച്ചു? ഇലക്ട്രോൺ സ്ലോസ് ഡൗൺ ചെയ്തു. സോ ഇലക്ട്രോൺ സ്ലോസ് ഡൗൺ. ക്ലിയർ? ഇലക്ട്രോൺ സ്പീഡ് കുറഞ്ഞു. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, പുതിയ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഇവിടെ നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ പുതിയ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് എത്ര വരും? എം പ്രൈം, അതായത് ആദ്യത്തെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് എം എന്ന് പറയുന്നത് ഇ വി ആർ ബൈ 2 ഇൻറ്റു സെറ്റ് ക്യാപ്പ് ആണ്. നമുക്കറിയാം ഓർബിറ്റ് ഇങ്ങനെയാണ്, ഇലക്ട്രോൺ ഇങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്, കറണ്ട് ഇങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്. സോ മാഗ്നറ്റിക് ഫീൽഡ് ഈ ഡയറക്ഷനിൽ അപ്ലൈ ചെയ്യുന്നു. മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് എം ഇതാണ്. ഇനി മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തതിന് ശേഷം പുതിയ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് എം പ്രൈം വന്നു. എം പ്രൈം ഇസ് ഈക്വൽ ടു ഇ വി പ്രൈം ആർ ബൈ 2 ഇൻറ്റു സെറ്റ് ക്യാപ്പ് ആയി. സോ
നമുക്ക് എം പ്രൈം മൈനസ് എം എത്ര വരും? എം പ്രൈം മൈനസ് എം എന്ന് പറയുന്നത് ഇ ആർ ബൈ 2 ഇൻറ്റു വി പ്രൈം മൈനസ് വി ഇൻറ്റു സെറ്റ് ക്യാപ്. സോ ഇ ആർ ബൈ 2 ഇൻറ്റു ഡെൽറ്റ വി ഇൻറ്റു സെറ്റ് ക്യാപ്. ഡെൽറ്റ വി നമുക്ക് കിട്ടിയത് ഇ ആർ ബൈ 2 ഇൻറ്റു മൈനസ് ഇ ആർ വി minus ERB divided by 2ME into set cap. So minus E square R square B divided by 4ME into set cap. ഇതിൻ്റെ അർത്ഥം എന്താ? ഇവിടെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഡെൽറ്റ എം എന്ന് പറയുന്നത് മൈനസ് സെറ്റ് ക്യാപ്പിൻ്റെ ഡയറക്ഷനിലാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് ഫൈനൽ റിസൾട്ടായിട്ട് നമുക്ക് എഴുതാൻ പറ്റുക ഇലക്ട്രോൺ ഇങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ക്ലോക്ക് വൈസ് ആണ് ഫ്ലോ ചെയ്യുന്നത്. സോ കറണ്ട് ഇങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് സെഡ് ആക്സിസിലാണ് കൊടുത്തേണ്ടത്. മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ്, ഇനീഷ്യൽ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് ഇങ്ങനെയാണ്. ഡെൽറ്റ എം എന്ന് പറയുന്നത് അലോങ്